ഇപ്പോൾ എങ്ങനെയുണ്ട് മൻസൂർ? ഇപ്പോൾ ഇവരുടെ ഈ 2 പ്രൊജക്റ്റാണ് ഇപ്പോൾ മൻസൂർ എടുത്തിട്ടുള്ളത് അല്ലേ? അതെ അതെ അതെ. അതിൽ മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് എന്താണ് ഇവരെ ഭാഗത്തുനിന്ന്? ഇപ്പോഴത്തെ ഡിസൈൻ മൻസൂറാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ്, സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് മൻസൂറിനായിട്ട് നമ്മൾ മുമ്പേ ഒരു റിസോർട്ടിൻ്റെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് റിലേഷനായി വന്നത്. അല്ല, ഇതെന്താ പറയുക, നമ്മൾ അതേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഇന്ന ബഡ്ജറ്റിൽ നിൽക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻറ്റീരിയറും ഇതൊക്കെ ചെയ്യുന്ന പേരിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ ഇവരെ കൂടെ ഇരുന്നിട്ട് നമുക്ക് ഇന്ന ബഡ്ജറ്റിൽ നിന്ന് ചെയ്യണമെന്നുണ്ട്. കുറേ എക്സ്പെൻസീവായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഒരു 2 ഇയർ 3 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഡിസ്പ്ലേനെ പിന്നെ ഡിപ്പെൻസ് ചെയ്തുകൊണ്ടിരിക്കും ബിസിനസ്സിനെ. പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റേ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഇതേപോലെ കർട്ടൻ പാർട്ടീഷൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ മൻസൂർ പറഞ്ഞ സമയത്ത് നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ഡിസ്പ്ലേ നമ്മൾ പിന്നെ ഡിസൈൻ കാണുന്ന പോലെ ആവില്ലല്ലോ പ്രാക്ടിക്കാലിറ്റി. അങ്ങനെ ഇത് വന്നു, അതിൻ്റെ പേരിൽ കുറേ തർക്കമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, നമ്മളത് ഡിസ്പ്ലേയിൽ വന്നപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി പറയാം, നമ്മൾ ഗ്രൂപ്പിൻ്റെ ചെയർമാനൊക്കെ വളരെ ഹാപ്പിയായി. നമ്മൾ ഡിസൈനും നമ്മളെ സെഗ്മെൻറ്റും ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഹാപ്പിയാണ് ആൾ.